ഹായ്, വെൽക്കം ടു ട്യൂനേക്കോസ്. ഇന്ന് ട്യൂനേക്കോസിലൂടെ ഞങ്ങൾ കൊണ്ടുപോകുന്നത് മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. ഗുരുവായൂരപ്പനെ ദർശിക്കാൻ എത്തുന്ന ഭക്തർ ഒരിക്കൽ പോലും മറക്കരുതാത്ത ഒരു ക്ഷേത്രമുണ്ട്. അതുതന്നെയാണ് ഗുരുവായൂരിനടുത്തുള്ള മമ്മിയൂർ മഹാദേവ ക്ഷേത്രം. പഴമയും പുരാണ മഹിമയും ആചാര വൈവിധ്യവും ഒരുമിച്ചു കൂടിയ ഈ ദേവസ്ഥാനം ഗുരുവായൂർ യാത്രയെ പൂർത്തിയാക്കുന്ന ഒരു അനിവാര്യ ഘടകമാണ്. ഗുരുവായൂരപ്പനെ ദർശിച്ചതിനു ശേഷം മമ്മിയൂർ മഹാദേവനെ ദർശിക്കാതെ പോകുന്നത് പൂർത്തിയാകാത്ത ഒരു ദർശനമാണ് എന്നാണ് പഴമക്കാരൊക്കെ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിശ്വാസം വെച്ചു പുലർത്തുന്നത്? അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? അങ്ങനെ വിശദീകരിച്ച് പറയാനൊന്നും അറിയില്ല. എന്നാലും പഴമക്കഥ പ്രകാരം ഗുരുവായൂരിൽ നിന്ന് ഗുരുവായൂരപ്പൻ വാഴുന്ന സ്ഥലം ആദ്യം ശിവന്റെ സന്നിധിയായിരുന്നു എന്നാണ് വിശ്വാസം. ശേഷം ഗുരുവും വായുവും ചേർന്ന് ദ്വാരകയിൽ നിന്നുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിക്കാൻ വന്നപ്പോ ശിവഭഗവാൻ അത്യന്തം സന്തോഷത്തോടെ ആ സ്ഥലം വിട്ട് സമീപത്തേക്ക് മാറി എന്നാണ് പറയുന്നത്. ആ ശിവന്റെ പുതിയ സന്നിധിയാണ് ഇന്ന് മമ്മിയൂർ മഹാദേവ ക്ഷേത്രം. അപ്പൊ അതുകൊണ്ടാണല്ലേ ആദ്യം ഗുരുവായൂരപ്പനെ ദർശിച്ച് ശേഷം മമ്മിയൂർ മഹാദേവനെ ദർശിക്കണം എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ അതൊരു പൂർണ്ണ ദർശനമായി മാറുന്നുള്ളൂ. അപ്പോൾ ഇനി വരുമ്പോൾ ഗുരുവായൂരപ്പനെ തൊഴുതതിനു ശേഷം മമ്മിയൂരെത്താൻ ആരും മറക്കരുത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം മുതൽ പ്രത്യേകതകളും വഴിപാടുകളും എല്ലാം വിശദീകരിച്ച് പറയുന്നുണ്ടോ? ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ശിവനും പാർവതിയും ഒരുമിച്ചാണ് ആരാധിക്കപ്പെടുന്നത്. കൂടാതെ ഇവിടെ ഭഗവതി, ശാസ്താവ്, ഗണപതി, നാഗദേവതകൾ എന്നിവരുടെയും സന്നിധികളുണ്ട്. ക്ഷേത്രത്തിന്റെ ശാന്തമായ അന്തരീക്ഷവും പഴമ നിറഞ്ഞ നിർമ്മാണ ശൈലിയും ഭക്തർക്ക് ഒരു ആത്മീയ അനുഭവം നൽകുന്നു. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ അഭിഷേകം, നെയ്വിളക്ക്, മൃത്യുഞ്ജയ ഹോമം, പൂക്കളം സമർപ്പിക്കൽ, നാഗപൂജ എന്നിവയാണ്. ഇവിടുത്തെ പൂജകളെല്ലാം വേദശാസ്ത്രാനുസൃതമായും അതിഭക്തിപൂർവമായുമാണ് നടത്തുന്നത്. ഈ ക്ഷേത്രത്തിൽ വർഷം മുഴുവനും പല ഉത്സവങ്ങളും നടക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ശിവരാത്രി, പിന്നെ തൃശൂർ പൂരം, നവരാത്രി. ഈ ദിവസങ്ങളിൽ ക്ഷേത്രം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാകും. ഈ ക്ഷേത്രത്തിൽ എത്തുന്നവർക്ക് ഒരു പ്രത്യേക സമാധാനവും ആത്മവിശ്വാസവും ലഭിക്കുന്നതായി പലരും പറയുന്നുണ്ട് കേട്ടോ. പ്രാർത്ഥനകൾക്ക് ഫലം ലഭിക്കുന്ന ക്ഷേത്രമായി ഇത് ഏറെ പ്രശസ്തമാണ്. അങ്ങനെ ഗുരുവായൂരിനടുത്തുള്ള മമ്മിയൂർ മഹാദേവ ക്ഷേത്രം ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും ഒരു ശക്തമായ കേന്ദ്രമാണ്. നിങ്ങൾ ഗുരുവായൂരിൽ പോകുമ്പോൾ ഈ ക്ഷേത്രം ഒരിക്കലും മറക്കരുതേ. ഇതുപോലെ കൂടുതൽ ദേവാലയ വിശേഷങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.